കോയ കോളിംഗ് എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് ആരും വിളിക്കാതിരിക്കുക. അത് ഇസ്ലാം ആളുകളാണെങ്കിലും ഇനിയിപ്പോൾ ഹിന്ദു മതവിശ്വാസികളാണെങ്കിലും അതിലോട്ട് വിളിക്കാതെ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാൾ മുന്നേ ഞാൻ ഇങ്ങനെ യൂട്യൂബിലുള്ള വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കി പോയപ്പോൾ ഒരു തംബ്നെയിൽ എൻ്റെ കണ്ണിൽ ഇങ്ങനെ ഉടക്കി. ആ തംബ്നെയിൽ ഇങ്ങനെയായിരുന്നു, കോയ കോളിംഗ്. അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ പേര് ആരിഫ് ഹുസൈൻ സംതിങ്, വീട്ടുപേരെന്തോ ഒരു ചേർത്തിട്ടാണ്. അപ്പോൾ ഈ തംബ്നെയിൽ കുറച്ച് വ്യത്യസ്തമാണല്ലോ. അപ്പോൾ എങ്കിൽ പിന്നെ ഇതെന്താണെന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് കോയ കോളിംഗ് എന്ന് പറയുന്നൊരു സെഗ്മെൻറ്റ് തന്നെ കുറച്ച് ആളുകൾക്ക് ഒരു മതത്തെ കുറ്റം പറയാനും അല്ലെങ്കിൽ ആ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ആ മതത്തെ പുകഴ്ത്തി പറയുന്നത് ഇദ്ദേഹം കേട്ട് ഇതിനെ വളച്ചൊടിച്ച് പുച്ഛിച്ച്, അതായത് കേട്ടിരിക്കുന്ന ആരാണെങ്കിലും അവർക്കൊരു ചൊറിച്ചിലുണ്ടാക്കുക അല്ലെങ്കിൽ ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ആൾക്കാരെ ഇളക്കി വിടുന്ന ഒരു സെഗ്മെൻ്റ് ഉള്ളൊരു ചാനൽ. എങ്കിൽ പിന്നെ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് ആരിഫ് ഹുസൈൻ എന്നാണ്. അപ്പം മറ്റൊരു വീഡിയോ എൻ്റെ കണ്ണിലുടക്കി. അത് നോമ്പ് തുറക്കുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ റമദാൻ മറ്റോ ആണെന്ന് തോന്നുന്നു. നോമ്പ് തുറക്കുകയാണ്. നോമ്പ് തുറക്കുന്ന ഡിഷ്, അതായത് ഇദ്ദേഹം കഴിക്കുന്ന ഫുഡ് ഏതാണെന്ന് വെച്ചാൽ പന്നിയിറച്ചിയാണ്. എല്ലാവർക്കും അറിയാമല്ലോ, കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം, ഇസ്ലാം മതവിശ്വാസികളായിരിക്കുന്ന ജനങ്ങൾ വളരെയധികം വെറുക്കപ്പെട്ട ഒരു ഭക്ഷണമാണ്, ഹറാമാണ് പന്നിയിറച്ചി എന്ന് പറയുന്നത്. അതേ പന്നിയിറച്ചി കൊണ്ട് ഞാൻ നോമ്പ് തുറക്കുകയാണ്, അതായത് നോമ്പ് തുറക്കുന്ന ആ സമയത്ത് ഇദ്ദേഹം ഒരു ലൈവോ ഇട്ടിരിക്കുകയാണ്, പന്നിയിറച്ചി കഴിക്കുന്ന ഒരു വീഡിയോ. സത്യം പറഞ്ഞാൽ അത് കണ്ട ഞാനൊരു ഇസ്ലാം മതവിശ്വാസി അല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്തു മതത്തിൽ വിശ്വസിച്ച് ജനിച്ച് വളർത്തപ്പെട്ട ഒരാളാണ് ഞാൻ. എനിക്ക് പോലും അത് കണ്ടിട്ട് എന്തോ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ഇതിനോടൊന്ന് പ്രതികരിക്കണം എന്നൊരു തോന്നൽ അന്ന് എനിക്കുണ്ടായി. അപ്പോൾ ആ മതത്തിൽ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അത് കാണുന്നതെങ്കിൽ എത്രമാത്രം രോഷം കൊള്ളിക്കുന്നതാണ് അത്തരത്തിലുള്ള വീഡിയോസ് എന്ന് ഞാൻ ചിന്തിച്ചു നോക്കി. ഞാൻ ആ ഒറ്റ ഇരിപ്പിലിരുന്ന് കുറേ വീഡിയോസ് ഇങ്ങനെ സ്കിപ്പ് ചെയ്തൊക്കെ കണ്ടു. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ആ വീഡിയോസൊക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ആരിഫ് ഹുസൈൻ എന്ന് പറയുന്ന അദ്ദേഹം ഇസ്ലാം മതത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട് അതിലൊക്കെ വിശ്വസിച്ച് വന്ന ആൾ അദ്ദേഹത്തിൻ്റെ ജീവിതപാതയിൽ എപ്പോഴും ആ മതത്തിനെ വിട്ട് മറ്റൊരു മതത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്നു. ഇത് സർവ്വസാധാരണമായൊരു കാര്യമാണ്. അത് വലിയ തെറ്റൊന്നുമല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏത് മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറാനും ആ മതത്തിൽ വിശ്വസിച്ച് തുടർന്ന് ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യനും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്നുണ്ട്. അതൊരു തെറ്റല്ല. പക്ഷേ ഒരു മതത്തിൽ നിന്നിട്ട് അവിടുന്ന് ചാടി മറ്റൊരു മതത്തിലേക്ക് എത്തിയിട്ട് ആ നിന്ന മതത്തെ മാക്സിമം ദുഷിക്കുക എന്നുള്ള കാര്യം മാത്രമല്ല, ആ മതത്തിലുള്ളവരെയും പുറത്തുള്ളവരെയും ഒക്കെ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്ന രീതിയിൽ മതസ്പർദ്ധ ഉണ്ടാക്കിയെടുക്കുന്ന, അതായത് പണ്ടുള്ള രാജാക്കന്മാരുടെ കാലത്ത് ഈ യുദ്ധത്തിന് വിളംബരം ഇടുക എന്നൊക്കെ പറയത്തില്ലേ, അപ്പം കേരളത്തിൻ്റെ ഒരു മൂലയിൽ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഒരു മൂലയിൽ എവിടെയോ ഇരുന്നു കൊണ്ട് മതസ്പർദ്ധ ഇളക്കി വിടാൻ പാകത്തിനുള്ള വീഡിയോസ് ഇദ്ദേഹം ഇടുന്നുണ്ട്. നമ്മൾ ജനിച്ച് വളർത്തപ്പെട്ട ഒരു മതവിശ്വാസത്തിൽ നമുക്ക് എന്തെങ്കിലും ആശയപരമായോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ ഇഷ്ടക്കേടുകൾ, നമുക്ക് ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റേതെങ്കിലും ഒരു മതം സ്വീകരിച്ച് നമുക്ക് അവിടെ നിൽക്കാം. അവിടെ നിൽക്കുന്നിടത്തോളം നമ്മൾ ആ പുതിയ മതത്തെ കൂടുതൽ ഉൾക്കൊള്ളുകയും അതിലുള്ള ഒരുപാട് മെറിറ്റ്സ് നമുക്ക് മറ്റുള്ളവരോട് പറയുകയും ചെയ്യാൻ ഒക്കെ ഉള്ള റൈറ്റ് ഉണ്ട്. അത് നമുക്ക് ചെയ്യുകയും ചെയ്യാം, അല്ലേ? നമ്മളത് ചെയ്യാറുള്ളതാണ്. നമ്മുടെ മതം ഏതാണോ അതിനെ ഒരുപാട് നമ്മളിങ്ങനെ വാഴ്ത്തി പാടാറൊക്കെ ഉണ്ടല്ലേ. അത് നമ്മളോടാണെങ്കിലും നമ്മുടെ റിലേറ്റീവ്സിനോടാണെങ്കിലും മറ്റു മതത്തിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനോടാണെങ്കിലും ഇതൊക്കെ വളരെ സർവ്വസാധാരണമാണ്. പക്ഷേ നമ്മൾ ഇട്ടെറിഞ്ഞു വന്ന ആ ഒരു മതത്തിനെ സോഷ്യൽ മീഡിയയിലൂടെ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലൂടെ, യൂട്യൂബ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിലൂടെ വന്ന് ദുഷിക്കുക, മാക്സിമം നാണം കെടുത്തുക, അതിലുള്ള ആൾക്കാരെ മുഴുവൻ ഒരു സീറോ വാല്യൂ പോലും കൊടുക്കാത്ത രീതിയിൽ, എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു നായയ്ക്കാണെങ്കിലോ അല്ലെങ്കിൽ ഒരു പൂച്ചയ്ക്കാണെങ്കിലോ ഇതിലും മഹത്വത്തോടെ ഇതിലും റെസ്പെക്റ്റോടെ സംസാരിക്കുമായിരിക്കും. പക്ഷേ ഇദ്ദേഹം വലിച്ചെറിഞ്ഞ ആ ഒരു മതവിശ്വാസികൾ, ഇസ്ലാം മതവിശ്വാസികളെ ഒരു സീറോ വാല്യൂ പോലും കൊടുക്കാതെ വളരെയധികം പുച്ഛിച്ച് യാതൊരു റെസ്പെക്റ്റും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഒരു സെഗ്മെൻ്റ് ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോയ കോളിംഗ്. ലോകത്തിൽ എവിടെ നിന്നും ആർക്ക് വേണമെങ്കിലും കോയ കോളിംഗ് എന്ന് പറയുന്ന ആ ഒരു സെഗ്മെൻറ്റിൽ വിളിച്ചിട്ട് ഇദ്ദേഹത്തിന് വേണ്ടത് ഇസ്ലാം മതത്തെ മാക്സിമം അങ്ങോട്ട് ചൊറിയുക, അതിലെ കുറ്റങ്ങൾ മാത്രം പറയുക. ഇസ്ലാം മതം യാതൊരു തരത്തിലും മനുഷ്യന് നിൽക്കാൻ പറ്റില്ല
ഇല്ലാത്തൊരു മതമാണ് എന്നുള്ള രീതിയിൽ മാക്സിമം ദുഷിക്കുക, മതസ്പർദ്ധ ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ആ ഒരു സെഗ്മെന്റിൽ ആർക്കും വിളിക്കാം, സംസാരിക്കാം. ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴേ എനിക്ക് തോന്നിയൊരു കാര്യം, ഇദ്ദേഹം ചെയ്യുന്നത് ശരിക്കും ഒരു സൈബർ ബുള്ളിങ്ങിന് വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത്. വഴിയൊരുക്കല്ല, സൈബർ ബുള്ളിങ്ങിന് ഒരു ഇടമാണ് ഈ കോയാക്കോളിംഗ് എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ കുറേ എപ്പിസോഡുകൾ കണ്ട് അതിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, പലപ്പോഴും അതിൽ വിളിക്കുന്ന ആളുകൾ മതത്തെ അങ്ങേയറ്റം വിശ്വസിക്കുന്ന, വളരെയധികം ഇസ്ലാം മതത്തെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പറ്റം ആളുകൾ, അതിൽ ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, ഇവരൊക്കെ വിളിക്കാറുണ്ട്. പലരും പേര് പറയാറില്ല, ഭയമാണ്. കാരണം സൈബർ ബുള്ളിങ് ഉണ്ടാകും എന്ന് ഇവർക്കറിയാം. കാരണം കമൻറ്റ് സെക്ഷൻ മുഴുവൻ തെറിയാണ്. അതിനെയൊക്കെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നത്. അപ്പോൾ ആർക്കും ഈ ഒരു സെഗ്മെന്റിലേക്ക് വിളിച്ച് അവർക്ക് വായി തോന്നുന്ന കാര്യങ്ങൾ ഇസ്ലാം മതത്തിനെതിരെ സംസാരിക്കാം. ഇനി ഇസ്ലാം മതത്തെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നതെങ്കിൽ അവർക്ക് സൈബർ ബുള്ളിങ് ഉറപ്പാണ്. സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തിന് വ്യക്തമായ ഒരു മറുപടി ഇല്ലെങ്കിൽ ഇദ്ദേഹം ഭയങ്കര പുച്ഛമാണ്. പറഞ്ഞ കാര്യം ഒന്നും കൂടി ഒന്ന് പറഞ്ഞ്, എനിക്ക് മനസ്സിലായില്ലല്ലോ ചേച്ചി, ഒന്നും കൂടി ഒന്ന് പറഞ്ഞ് വ്യക്തമായി താത്തയൊന്ന് മനസ്സിലാക്കി തന്നെ എന്ന്. അതായത് നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതേ ക്വസ്റ്റ്യൻ നമുക്കെതിരെ റിപ്പീറ്റ് ചെയ്താൽ ആ കോൺഫിഡൻസ് ഒന്ന് കുറയുക എന്നുള്ളൊരു ഒരു സൈക്കോളജി, ഒരു തേർഡ് റേറ്റ് സൈക്കോളജി ആ വിളിക്കുന്ന എല്ലാവരിലേക്കും ഇദ്ദേഹം കാണിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന് ഉത്തരം മുട്ടുന്ന സമയങ്ങളിൽ ഇദ്ദേഹം മറ്റുള്ളവരുടെ കോൺഫിഡൻസ് കളയുന്ന രീതിയിൽ ചുമ്മാതെ അവർ ചോദിച്ച ചോദ്യങ്ങൾ അവരോട് തന്നെ ചോദിച്ച് അവരുടെ കോൺഫിഡൻസ് ഒന്ന് കളഞ്ഞിട്ട് ഇദ്ദേഹം എന്തോ വലിയ യുദ്ധം ജയിച്ച ഒരു പോരാളിയെ കണക്ക് ചിരിക്കുകയും അവരെ പുച്ഛിക്കുകയും ഒക്കെ ചെയ്യാണ്. അതായത് ഇസ്ലാം മതത്തിനെ സൈബർ ബുള്ളിങ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിനെ ശരിക്കും വർഗീയ വിരുദ്ധമാക്കാൻ, മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സെഗ്മെന്റ് യൂട്യൂബ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇദ്ദേഹം ഒരു ചാനൽ ഉണ്ട് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം ഹിന്ദുയിസം ആണെങ്കിലും, ഇപ്പം ഇസ്ലാം വിശ്വാസത്തിലാണെങ്കിലും, ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നവർക്ക് മെറിറ്റ്സ് മാത്രമേ ഉള്ളൂ, അല്ലേ? ഇത് വിശ്വസിക്കാത്ത ആളുകൾ അതിൻ്റെ ഡീമെറിറ്റ്സ് പറയാറുണ്ട്. അത് എല്ലാ മതങ്ങളിലും ഒരുപോലെയാണ്. പക്ഷേ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് ഈ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ച്, എനിക്ക് തോന്നുന്നു എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആൾക്കാർക്ക് ഈ മതം എന്ന് പറയുന്നത് ഭയങ്കര സ്പിരിറ്റാണല്ലേ. ഇപ്പം എൻ്റെ അടുത്ത് വന്ന ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് ആരെങ്കിലും മോശമായി പറഞ്ഞാൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ റെസിസ്റ്റ് ചെയ്ത് നിൽക്കും. കാരണം നമുക്കൊരു രക്തത്തിളപ്പൊക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ജനിച്ച് വളർത്തപ്പെട്ട മതമാണല്ലോ. അപ്പോൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ കാര്യം ഇത് തന്നെയല്ലേ. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച്, കേരളത്തിലുള്ള ഇസ്ലാം മതവിശ്വാസികളൊക്കെ എത്ര പക്വതയുള്ളവരാണ്, എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ഇവർ നിൽക്കുന്നത്. കാരണം അത് കേട്ടാൽ ആർക്കും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തുമത വിശ്വാസിയായ എനിക്കത് കേട്ടിട്ട് ഒരു രക്തത്തിളപ്പുണ്ടായി. ഇദ്ദേഹം ഇതെന്തോ കാണിക്കുന്നത്. കാരണം ഒരു മതത്തെ അയാൾക്ക് വേണ്ട, അയാൾ ഇട്ടെറിഞ്ഞിട്ട് വന്നു, അയാൾ മറ്റൊരു മതത്തിൽ വിശ്വസിച്ച് നിൽക്കുന്നു. പക്ഷേ ഇട്ടെറിഞ്ഞ് വന്ന മതത്തെ, അതായത് ഒരു മനുഷ്യഗണമാണ് അത്, അവർ വിശ്വസിക്കുന്ന മതമാണ്, ഇയാൾക്ക് വേണ്ടെങ്കിൽ എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, മറ്റുള്ളവർ അതിൽ വിശ്വസിക്കുന്നുണ്ട്, വന്നിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിന്ദിക്കരുത് എന്നുള്ളൊരു കോമൺ സെൻസ് പോലും ഇദ്ദേഹത്തിന് ഇല്ലാത്ത രീതിയിൽ ഒരു പറ്റം ആളുകളെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എവിടൊക്കെയോ ഇരുന്ന് പരിശ്രമിക്കുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ചാനലിലൂടെ ഒരു മതസ്പർദ്ധ ഇദ്ദേഹം ഇളക്കി വിട്ടുകൊണ്ടിരിക്കും. ഈ കോയ കോളിംഗ് എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ, ആരും വിളിക്കാതെ ഇരിക്കുക. ഇദ്ദേഹത്തിന് വേണ്ടതാണ് നിങ്ങളുടെ വായിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ. ഇപ്പം സപ്പോസ് ഞാനൊരു മുസ്ലിം ആണെങ്കിൽ ആ ഒരു സെഗ്മെന്റ് കണ്ടിട്ട് എനിക്കൊരു ഒരു തിളപ്പുണ്ടായിട്ട് ചേട്ടൻ അങ്ങനെ പറയുന്നത് ശരിയല്ല, അതിങ്ങനെ പറയുന്നത് ശരിയല്ല, പുള്ളിക്ക് അതാണ് വേണ്ടത്. മനസ്സിലായില്ലേ? നമ്മൾ എന്ത് പറയുന്നോ അതിനെ പുള്ളി ഇങ്ങനെ ഓപ്പോസിറ്റ് പറഞ്ഞുകൊണ്ടിരിക്കും. ആ ഓപ്പോസിറ്റ് പറയുക, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമല്ല, അത് ആർക്കും പറ്റും. ഇപ്പം എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ എസ് പറഞ്ഞാൽ ഞാൻ കൂളായിട്ട് നോ പറയുക. കാരണം ആരെങ്കിലും എവിടെയെങ്കിലും ഇരുന്നൊരു സ്പർദ്ധ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഒരു വർഗീയത ഉണ്ടാകും. അങ്ങനെ ഒരു പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഇരിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിസ്തീയ മതവിശ്വാസിയായ എനിക്ക് പോലും ഒരു രക്തത്തിളപ്പുണ്ടായി. ഇദ്ദേഹം ഇതെന്തൊക്കെയാണ് പറയുന്നത്? കാരണം ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ടല്ലേ, ഡിഫറെൻറ്റ് കൾച്ചേഴ്സാണ്, ഡിഫറെൻറ്റ് ഭാഷകളാണ് അല്ലേ, എല്ലാവരും പല തരത്തിലുള്ള ജീവിതശൈലിയിലുള്ള ഒരുപാട് ആളുകൾ, കോടിക്കണക്കിന് ആളുകൾ ഒരുമിച്ച് ജീവിക്കുന്ന ഒരിടമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഒരു ഇന്ത്യയിൽ ഏതെങ്കിലും മുക്കിനും മൂലയിൽ വരുന്ന വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഓരോരുത്തന്മാരിരുന്ന് വർഗീയത ഇളക്കി വിടുമ്പോൾ അതിനനുസരിച്ച് തുള്ളാൻ നിൽക്കാതെ നമ്മുടേതായിട്ടുള്ള ഒരു ക്ഷമ, നമ്മുടെ മതത്തോട് നമുക്കുള്ള ഒരു റെസ്പെക്ട് എന്നുള്ളത് മൗനം എന്നുള്ള രീതിയിൽ കാണിക്കേണ്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ കോയ കോളിംഗ് ഇങ്ങനെയുള്ള ഈ ഒരു സെഗ്മെന്റിൽ വിളിക്കാതിരിക്കുവാണെങ്കിൽ തന്നെ അദ്ദേഹം കുറച്ചങ്ങ് ഒതുങ്ങിക്കോളും. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോസിൽ മുഴുവൻ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ മതവിശ്വാസത്തെ ഇതിൻ്റെ പുറത്ത്
പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് ഒരുപാട് ഡീമെറിറ്റ്സ് അദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെ? പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക്. അതുപോലെ തന്നെ മറ്റേതെങ്കിലും മതത്തിൽ എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ഒരുപാട് ഡീമെറിറ്റ്സ് ഉണ്ടാവും. പക്ഷേ അതൊക്കെ നമ്മളിങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു കവലയിൽ പോയി നിന്ന് പ്രസംഗിച്ച് ഈ മതം കൊള്ളില്ല, ഇതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയാനുള്ള റൈറ്റ് നമുക്ക് ഇല്ല. സൈബർ ബുള്ളിങ്ങിന് ആളുകളെ ഇട്ടുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച്.